നമസ്കാരം. കർമ്മഫലത്തെക്കുറിച്ച് എത്രയേറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലും കുറച്ച് ആളുകൾ അതൊന്നും ഇല്ല എന്ന് നിരന്തരം ഇങ്ങനെ വാദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് രംഗങ്ങളൊന്ന് വിവരിച്ചു തരാം. കർമ്മഫലവുമായിട്ട് വേർപെടുത്താനാകാത്തത്ര ബന്ധമുണ്ട് ഈ പറയുന്ന രംഗങ്ങൾക്ക്. അപ്പോൾ എങ്ങനെ കാണല്ലോ, വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. യുദ്ധത്തിൽ കൗരവർക്ക് സംഭവിച്ച സർവനാശം സഞ്ജയന്റെ വിവരണങ്ങളിലൂടെ കേട്ട ധൃതരാഷ്ട്രർ ദുഃഖം താങ്ങാനാകാതെ വിങ്ങിക്കരഞ്ഞു. തൻ്റെ 100 പുത്രന്മാരും യുദ്ധത്തിൽ പൊരുതി മരിച്ചതറിഞ്ഞ് മനം നൊന്ത് കരയുന്ന കുരുവൃദ്ധനെ ആശ്വസിപ്പിക്കാൻ വിതുരർ നന്നേ പാടുപെട്ടു. ക്ഷത്രിയർക്ക് യോജിച്ച വിധം പൊരുതി മരിച്ച മക്കളെ ഓർത്ത് ദുഃഖിക്കാതെ അവർക്ക് വേണ്ടുന്ന അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് എന്ന വിവേകപൂർണമായ വിതുരരുടെ ഉപദേശത്തിന് വഴങ്ങിയ ധൃതരാഷ്ട്രർ ഗാന്ധാരിയെയും കുന്തിയെയും മറ്റന്തപുര സ്ത്രീകളെയും ഒക്കെ കൂട്ടി പട ഒഴിഞ്ഞ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഒരിക്കൽ പോലും പുറത്തിറങ്ങിയിട്ടില്ലാത്ത ആ അന്തപുര സ്ത്രീകൾ ആഭരണങ്ങളും ആഡംബരങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ദുഃഖാർത്തരായി പൊതുവീഥിയിലൂടെ ഗാന്ധാരിക്കും കുന്തിക്കും ധൃതരാഷ്ട്രക്കുമൊപ്പം യുദ്ധഭൂമിയിലേക്ക് യാത്രയായി. ഹസ്തിനപുരത്തിന്റെ അതിർത്തിയിൽ വെച്ച് അവർ കൃപാചാര്യരെയും കൃതവർമാവിനെയും അശ്വത്ഥമാവിനെയും കണ്ടുമുട്ടി. മൂവരും തൊണ്ടയിടറിക്കൊണ്ട് കൗരവപ്പടയ്ക്കുണ്ടായ സർവനാശത്തെക്കുറിച്ചും അതിന് പ്രതികാരമായി അവർ പാണ്ഡവരുടെ ശിബിരം ആക്രമിച്ച് നടത്തിയ കൂട്ടക്കൊലയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. പാണ്ഡവർ പിന്തുടർന്ന് ആക്രമിച്ചേക്കുമെന്ന പേടിയിൽ മൂവരും ഗംഗാതീരം ലക്ഷ്യമാക്കി പലായനം ചെയ്തു. ഇതേ സമയം തന്നെ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും പടക്കളത്തിലേക്ക് പുറപ്പെട്ട വിവരമറിഞ്ഞ് യുധിഷ്ഠിരൻ പത്നിയെയും സഹോദരന്മാരെയും കൂട്ടി അവിടേക്ക് കുതിച്ചു. അവരോടൊപ്പം കൃഷ്ണൻ, സാത്യകി, യുത്സു എന്നിവരും ഉണ്ടായിരുന്നു. അവർ ആരവമൊഴിഞ്ഞ യുദ്ധഭൂമിയുടെ അടുത്ത് എത്തിയപ്പോൾ തന്നെ അവിടെ കൂടിയിരുന്ന് വിലപിച്ചിരുന്ന യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട യോദ്ധാക്കളുടെ വിധവകൾ യുധിഷ്ഠിരനെ വളഞ്ഞു. ധർമ്മിഷ്ഠനായ അങ്ങയുടെ ധർമ്മവും ദയയുമെല്ലാം എവിടെ പോയി? സ്വന്തക്കാരെയും ബന്ധുക്കളെയും എങ്ങനെ കൊന്നുതള്ളാൻ കഴിഞ്ഞു എന്നും മറ്റും പറഞ്ഞ് അലമുറയിടുന്ന ആ വിധവകളെ മറികടന്നാണ് യുധിഷ്ഠിരനും കൂട്ടരും ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. വലിയച്ഛന്റെ അരികിലെത്തിയ യുധിഷ്ഠിരൻ സഹോദരന്മാരോടൊത്ത് അദ്ദേഹത്തെ വന്ദിച്ചു. ധൃതരാഷ്ട്രർ അന്നേരം ധർമ്മജനെ ചേർത്ത് ആലിംഗനം ചെയ്തുവെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അമർഷം മുഖത്ത് പ്രകടമായിരുന്നു. ആരെയോ അന്വേഷിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന കുരുവൃദ്ധന്റെ മുഖഭാവം കണ്ട് കാര്യം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ ഭീമനെ തന്ത്രപൂർവ്വം അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് ദുര്യോധനൻ ഗദായുദ്ധം പരിശീലിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭീമന്റെ ഇരുമ്പ് പ്രതിമ ധൃതരാഷ്ട്രരുടെ നേരെ നിർത്തി. തുടർന്ന് കണ്ട കാഴ്ച പാണ്ഡവരെ ഞെട്ടിച്ചു കളഞ്ഞു. 10,000 ആനയുടെ കരുത്തുള്ള ആ കുരുവീരൻ ഭീമന്റെ കാരിരുമ്പ് പ്രതിമയെ നെഞ്ചോട് ചേർത്ത് കഷണങ്ങളാക്കി അമർത്തി ഉടച്ചു കളഞ്ഞു. തുടർന്ന് അദ്ദേഹം നെഞ്ചുപൊട്ടി മൂർച്ഛിച്ച് നിലത്ത് വീണിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സഞ്ജയൻ കുരുവൃദ്ധനെ താങ്ങിയിരുത്തി, കഷ്ടം രാജാവേ, അങ്ങ് ഇതൊന്നും ചെയ്യരുതായിരുന്നു എന്ന് ചെവിയിൽ മന്ത്രിച്ചു. കോപമടങ്ങിയ ധൃതരാഷ്ട്രർ ഭീമനോട് താൻ ചെയ്ത പ്രവൃത്തിയിൽ പാശ്ചാത്തപിച്ചിട്ട് ഉറക്കെ വിലപിച്ചു. ഈ അവസരത്തിൽ കൃഷ്ണൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, രാജാവേ, വിഷമിക്കേണ്ടതില്ല. ഭീമന് യാതൊരു ആപത്തും പറ്റിയിട്ടില്ല. മഹാശക്തനായ അങ്ങയുടെ കൈക്കുള്ളിൽ അമർന്നു പൊടിഞ്ഞത് വെറും ഇരുമ്പ് പ്രതിമയാണ്. ആലസ്യം വിട്ട് ആശ്വാസത്തോടെ ധൃതരാഷ്ട്രർ ഇരുന്നപ്പോൾ തെല്ലൊരു പാരുഷ്യത്തോടെ കൃഷ്ണൻ തുടർന്നു, വേദശാസ്ത്രങ്ങളും രാജധർമ്മവും പഠിച്ച അങ്ങ് സ്വന്തം കുറ്റം കൊണ്ട് തന്നെ എന്തിനാണ് കോപിച്ചത്? ഇതുവരെയുള്ള അങ്ങയുടെ പ്രവൃത്തികൾ ശരിയായിരുന്നുവെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? കൃഷ്ണന്റെ ഈ ചോദ്യം കേട്ടിട്ടൊടുവിൽ ധൃതരാഷ്ട്രർ തന്റെ തെറ്റ് സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു, മധുസൂദന, അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ്. അമിതമായ പുത്രവാത്സല്യം കൊണ്ട് ധർമ്മം മറന്ന ഞാൻ മുന്നിൽ നടക്കുന്ന തെറ്റുകൾ അറിഞ്ഞിട്ടും തടയാനോ തിരുത്താനോ തയ്യാറാകാത്തതിന്റെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. ഞാനത് തിരിച്ചറിയുന്നു. തുടർന്ന് നിർമ്മലമായ മനസ്സോടെ അദ്ദേഹം പാണ്ഡവരെ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. അതിനെ തുടർന്ന് വലിയച്ഛനെ വന്ദിച്ച് പാണ്ഡവർ കൃഷ്ണനെയും കൂട്ടി ഗാന്ധാരിയുടെ അടുക്കലെത്തി. പുത്രശോകത്താൽ ഉള്ളു നീറിയിരുന്ന ഗാന്ധാരി പാണ്ഡവരെ ഒന്നാകെ ശപിച്ചില്ലാതാക്കാൻ ഉരുമ്പെട്ടപ്പോൾ വ്യാസൻ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഗാന്ധാരി, കോപമടക്കി ഞാൻ പറയുന്നത് കേൾക്കൂ.
പാണ്ഡവരോട് പൊറുക്കൂ. കഴിഞ്ഞ 18 ദിവസവും പടയ്ക്ക് പുറപ്പെടും മുമ്പ് അനുഗ്രഹത്തിനായി നിന്റെ അടുത്ത് വന്ന് ദുര്യോധനോട് നീ പറഞ്ഞിരുന്നതെന്ന് ഓർത്തു നോക്കൂ. ധർമ്മം എവിടെയുണ്ടോ അവിടെ ജയമുണ്ട് എന്നല്ലേ അത്? തപസ്വിനിയായ നിന്റെ വാക്കുകൾ പാഴായില്ല. സത്യവും ധർമ്മവും പാണ്ഡവർക്കുണ്ട് എന്നതിന്റെ തെളിവല്ലേ അവരുടെ വിജയം? ഘോരമായ പോരിൽ പ്രാണരക്ഷക്കായി ശ്രമിച്ച പാണ്ഡവരെ ശപിക്കുന്നത് ശരിയോ? വ്യാസഭഗവാന്റെ വാക്കുകൾ ഗാന്ധാരിയുടെ ചിന്തകളിൽ മാറ്റമുണ്ടാക്കി. അവർ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഇവരെ ശപിക്കുന്നില്ല. എനിക്ക് അവരോട് കോപവുമില്ല. പക്ഷേ പുത്രശോകത്താൽ എൻ്റെ മനസ്സ് ചുട്ടുനീറുന്നു. എൻ്റെ എല്ലാ മക്കളും മരിച്ചില്ലേ? ദുര്യോധനന്റെയും ദുശ്വാസനന്റെയും ശകുനിയുടെയും ദുഷ്ടബുദ്ധിയാണ് കുരുവംശം മുടിയാൻ കാരണമെന്ന് എനിക്കറിയാം. എന്നാൽ കൃഷ്ണൻ നോക്കി നിൽക്കെ ഭീമൻ എൻ്റെ മകനെ ചതിപ്രയോഗത്തിലൂടെ വീഴ്ത്തിയത് വഞ്ചനയല്ലേ? ഇത് കേട്ട ഭീമൻ ഗാന്ധാരി അമ്മയോട് മാപ്പിരന്നു. അമ്മേ, അധർമ്മമോ ധർമ്മമോ എന്ന് ചിന്തിക്കാതെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഭയം കൊണ്ട് ഞാനത് ചെയ്തു പോയി. ഞാൻ ചെയ്ത തെറ്റിന് അമ്മ എന്നോട് പൊറുക്കണം. മഹാശക്തനും അഭ്യാസിയുമായ ദുര്യോധനനെ ധർമ്മയുദ്ധത്തിൽ ആർക്കാണ് പരാജയപ്പെടുത്താനാവുക? പക്ഷെ അവൻ ഞങ്ങളോട് കാണിച്ച ദ്രോഹങ്ങളും വഞ്ചനയും അമ്മയ്ക്കും അറിവുള്ളതാണല്ലോ. സഭയിൽ വെച്ച് പാഞ്ചാലിയെ അപമാനിച്ചതും അമ്മയ്ക്ക് ഓർമ്മയില്ലേ? അമ്മയുടെ മക്കൾ ഞങ്ങളെ ദ്രോഹിച്ചപ്പോൾ തടയാൻ ഒരിക്കൽ പോലും അമ്മ ശ്രമിച്ചിട്ടില്ലല്ലോ. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം നമ്മൾ കാണുന്ന ഈ ദാരുണ രംഗം എല്ലാം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഒരുപക്ഷെ നമ്മൾ നേരിട്ട് കാരണക്കാരനാകുന്നില്ല എങ്കിലും നമ്മുടെ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ, ഏതെങ്കിലും അനർത്ഥം ഒഴിവാക്കാനാകുമായിരുന്നെങ്കിൽ, ആ രംഗത്ത് നാം മൗനമായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തിയുടെ ഫലം അനുഭവത്തിൽ വരുമ്പോൾ അത് നമ്മളെയും വേദനിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും ഈശ്വരാർപ്പണത്തോടെ, ഈശ്വര സമർപ്പണമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. അത് നൽകുന്ന സദ്ഫലം നമുക്ക് ചുറ്റുമുള്ളവർക്ക് കൂടിയാകട്ടെ. ഈ മഹാഭാരത ഇതിഹാസ ഗ്രന്ഥത്തിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള ഓരോ സന്ദർഭങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ അതിൽ പറയപ്പെട്ടിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും പുതിയ പേരുകളിൽ നമുക്ക് ചുറ്റും കാണാൻ കഴിയുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ജീവിതത്തിൽ കുഴങ്ങി നിൽക്കുന്ന അവസരങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ഇതിഹാസ ഗ്രന്ഥം നമ്മെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പോരട്ടെ. വരുന്ന വീഡിയോകൾ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. മഹാഭാരത കഥ കേട്ടുകൊണ്ടേയിരിക്കാം.